ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വീട്ടമ്മയ്ക്ക് ഒരു വീട് സ്ട്രെസ് ഫ്രീ ആയിട്ട് നല്ല ഓർഗനൈസ് ആയിട്ട് എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള കുറച്ച് ടിപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അതിൽ ഫസ്റ്റ് തന്നെ ക്രിയേറ്റീവ് മോർണിംഗ് റുട്ടീനാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു വീട്ടമ്മയ്ക്ക് ആദ്യം വേണ്ടത് ഒരു ക്രിയേറ്റീവായിട്ടുള്ള മോർണിംഗ് റുട്ടീനാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് രാവിലെ നമ്മൾ എണീക്കുന്നതിലും ഒരു 30 മിനിറ്റ് മുമ്പ് എണീക്കുക. എന്നിട്ട് ഒരു ക്വയറ്റ് മൊമെൻറ്റിൽ ഇരുന്നിട്ട് ഒരു ക്വയറ്റ് ആയിട്ടുള്ള സ്പേസിലിരിക്കുക. അപ്പം നമുക്ക് പലർക്കും പല രീതിയിൽ ചിലർ പ്രാർത്ഥിക്കും. ഞാൻ ചെയ്യുന്നത് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം അങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു മോർണിംഗിലൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു പോസിറ്റീവ് ഫീല് കിട്ടുന്നുണ്ട്. എനിക്ക് നല്ലൊരു കാമായിട്ടുള്ളൊരു മൈൻഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ചിലവർക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കും കുറച്ചൊരു നല്ല ശാന്തമായുള്ളൊരു മനസ്സ് കിട്ടുക, ഒരു പോസിറ്റീവ് ഫീല് കിട്ടുക. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യുക. രണ്ടാമത്തത് എക്സസൈസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ആണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ എനർജി ബൂസ്റ്റ് ചെയ്യുന്നതിനും ഒരു പോസിറ്റീവ് ഡേ ആക്കി അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ഡേ ആക്കി നമ്മുടെ ദിവസത്തെ മാറ്റുന്നതിനും എക്സസൈസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ അത്യാവശ്യമാണ്. നമ്മൾ രാവിലെ അത് ചെയ്യുക. എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലാണ് കിട്ടുക, നല്ലൊരു എനർജി, ആ ദിവസം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള നല്ലൊരു ഉഷാറ് കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പ്ലാൻ യുവർ ഡേ. നമ്മുടെ ആ ഡേയെ നമ്മൾ പ്ലാൻ ചെയ്യുക. ആ ദിവസം നമുക്ക് പല പല ജോലികളാണ് ഉണ്ടാവുക ഒരു ദിവസം വീട്ടമ്മയ്ക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ആ ജോലികൾ നമ്മൾ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ അതിനെ തരംതിരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ ജോലികളായിരിക്കും. എനിക്ക് രാവിലെ ഞാൻ കുട്ടികളുടെ പിന്നെ ഫുഡ് ഫസ്റ്റ് തന്നെ പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം ഞാനിപ്പം ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് അലക്കും, മുകളിൽ പോയിട്ട് വെള്ളക്കുറവായ മുകളിൽ പോയി അലക്കും. അതിനുശേഷം തുണിയെല്ലാം വിരിച്ചിട്ടതിന് ശേഷം പിന്നെ നമുക്ക് അടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതിന് ചെറിയ മോളെ കൊണ്ടുവരും. പിന്നെ മോളെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഉറക്കിയതിന് ശേഷം ഞാൻ വൈകുന്നേരം പഠിപ്പിക്കാനുള്ളതൊക്കെ പഠിപ്പിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് ടാസ്കുകളായിരിക്കും ഓരോ ദിവസം ഉണ്ടാവും. അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ടാസ്കുകൾ നമ്മൾ പ്രയോറിറ്റി അനുസരിച്ച് ആദ്യം ചെയ്ത് പിന്നെ അടുത്ത് ചെയ്ത് അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ആ ദിവസത്തെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യാം. അപ്പം ഈ 3 കാര്യങ്ങൾ നമ്മൾ രാവിലെ തന്നെ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് ഡീക്ലട്ടർ ആൻഡ് ഓർഗനൈസിങ് നമ്മുടെ സ്പേസ്. അതായത് നമ്മൾ എന്ത് ചെയ്യാം, ഓരോ സാധനത്തിനും അതാത് സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് ഓരോ കത്തി ഒരു സ്ഥലത്ത് വെക്കുക, അതുപോലെ നമ്മളെ പാത്രങ്ങൾ ഒരു സ്ഥലത്ത് വെക്കുക, അത് ബോർഡിലൊക്കെ ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഇതിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. പിന്നെ അതുപോലെ നമ്മൾ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ ടോയ്സൊക്കെ ഇടാൻ വേണ്ടി ഒരു ബോക്സസോ അല്ല ബാഗോ എന്തെങ്കിലുമൊക്കെ മേടിക്കുക. അതുപോലെ തന്നെ ഇട്ട് വെക്കേണ്ട കടല, പയറ്, പൊടികൾ അതെല്ലാം നമ്മൾ ഓരോരോ കണ്ടെയ്നേഴ്സിൽ ഇട്ട് വെക്കുക. വാരി വലിച്ചൊരു കവറിലൊന്നും കെട്ടി വെക്കാതെ നമ്മൾ ഓരോന്നും അങ്ങനെ സൂക്ഷിച്ച് വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് 1 ടച്ച് റൂളാണ്. അതായത് നമ്മൾ ഓരോ സാധനങ്ങൾ എടുക്കുമ്പം അപ്പം തന്നെ നമ്മളത് കഴുകി വെക്കുക. പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അപ്പം തന്നെ അത് കഴുകി വെക്കുക. വാരി വലിച്ചിടാതെ കൂട്ടി വെക്കാതെ നമ്മൾ അപ്പം തന്നെ കഴുകി വെക്കുക. പിന്നെ നമ്മൾ കുപ്പികളൊക്കെ പൊടികളൊക്കെ നമ്മൾ കറികളിലൊക്കെ ഇടാൻ എടുക്കണം. അത് അവിടെ വെക്കാതെ അപ്പം തന്നെ അത് എടുത്ത് നമ്മുടെ ആ തട്ടി തന്നെ വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീക്ലട്ടർ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മാനേജ് ടൈം എഫക്റ്റീവ്ലി. നമ്മുടെ ടൈം നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അന്നത്തെ ദിവസം നമ്മൾ വെറുതെ മടി പിടിച്ച് അലസരായിട്ട് ഇരിക്കാതെ നമ്മളുടെ ആ ഒരു ദിവസം നമുക്ക് മാക്സിമം എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്ര എഫക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അതിലാദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, യൂസ് പ്ലാനർ അല്ലെങ്കിൽ കലണ്ടർ. നമ്മളൊരു പ്ലാനിങ് ഉണ്ടാക്കണം. ഒരു ലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അന്നത്തെ എന്തൊക്കെയാണോ ജോലി ചെയ്യാനുള്ള ഷെഡ്യൂൾ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷന് പോകാനുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ഒരു കലണ്ടർ അല്ലെങ്കിൽ ഒരു പ്ലാനർ നമ്മളിന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നമ്മൾ നമ്മുടെ ജോലികൾ പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യുക. ആദ്യം ചെയ്യുക, പിന്നെ ചെയ്യേണ്ടത് പിന്നെ ചെയ്യുക. അങ്ങനെ നമ്മൾ ജോലികൾ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തെടുക്കണം, ഇടയ്ക്കൊരു നമുക്ക് എനർജി കിട്ടാനും നമ്മുടെ ആ ദിവസം റീചാർജ് ചെയ്യാനുമായിട്ട് നമ്മളൊരു ബ്രേക്ക് എടുക്കണം.
അത് നമ്മൾ ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, കുറച്ച് സമയം റെസ്റ്റ് ചെയ്യുക. ഇതും കൂടെ നമ്മൾ നമ്മളെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. കുറച്ച് സമയം നമ്മൾ ജോലി ചെയ്യുക, പിന്നെ കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്താണ്? സിംപ്ലിഫൈ ക്ലീനിങ് റുട്ടീൻ. നമ്മുടെ ക്ലീനിങ് റുട്ടീനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒരു ക്ലീനിങ് ഷെഡ്യൂൾ ഉണ്ടാക്കുക. നമ്മൾ എല്ലാം ഇങ്ങനെ വാരി വലിച്ച് ചെയ്ത് നമ്മൾ മടുത്ത് ആകെ നമുക്ക് വയ്യാണ്ടാവാതെ നമ്മൾ അതിനു വേണ്ടി ഒരു ക്ലീനിങ് സിമ്പിളായിട്ടുള്ള ഒരു ക്ലീനിങ് ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്. അതെന്താ ചെയ്യേണ്ടത്? നമ്മളെ ക്ലീനിങ്ങിനെ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ആയിട്ട് നമ്മൾ തരം തിരിച്ച് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓരോ ഇപ്പോൾ ജനൽ തുടയ്ക്കുക, അല്ലെങ്കിൽ വാതിൽ തുടയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതെല്ലാം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് വാരി വലിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പം നമ്മുടെ വീട് ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുകയുമില്ല. അപ്പോൾ ഒരു ദിവസം ജനൽ തുടയ്ക്കുക, പിറ്റേ ദിവസം നമ്മൾ വാതിൽ തുടയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരാഴ്ചത്തേക്ക് ഇന്നത് ചെയ്യാമെന്ന് ക്ലീനിങ്ങിന് ഇന്നത് ഭാഗം ചെയ്യാം. അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും ഇങ്ങനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് ലിസ്റ്റ് ചെയ്ത് ചെയ്യുക നമ്മൾ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മൾട്ടിപർപ്പസ് ക്ലീനിങ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥിരമായിട്ടൊരു കടന, അത് നമുക്ക് ടോയ്ലറ്റിൽ നല്ല സ്മെല്ലിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനിങ്ങിനും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ജനൽ, വാതിൽ അതൊക്കെ തുടയ്ക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ക്ലീനിങ് പ്രൊഡക്റ്റ്, പല കാര്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലീനിങ് പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഡീക്ലട്ടർ ബിഫോർ ക്ലീനിങ്. നമ്മൾ ക്ലീനിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എല്ലാം ഒഴിവാക്കേണ്ട സാധനങ്ങളെല്ലാം ഒഴിവാക്കുക. അപ്പോൾ ഡ്രസ്സുകളാണെങ്കിൽ നമ്മുടെ പഴയ ഡ്രസ്സുകളെല്ലാം ഒഴിവാക്കുക. അപ്പം നമ്മുടെ ഹരിതകർമ്മസേന അവരെടുക്കാൻ വരാറുണ്ട്. അങ്ങനെ അവർക്കൊക്കെ നമ്മൾ തരംതിരിച്ചെടുത്ത് വെച്ചിട്ട് നമുക്ക് ഒഴിവാക്കാനുള്ള സാധനങ്ങൾ അപ്പോൾ ഒഴിവാക്കുക. അതുപോലെ വേണ്ടാത്ത കുപ്പികൾ, അങ്ങനെ നമുക്ക് എന്തൊക്കെയാണോ ഒഴിവാക്കുക, അല്ല പൊട്ടിയ സാധനങ്ങൾ, അങ്ങനെ എന്താണോ നമുക്ക് ഒഴിവാക്കാനുള്ളത് ആ സാധനങ്ങൾ നമ്മൾ കൂട്ടി വെക്കാതെ നമ്മൾ അപ്പോൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്പേസും കിട്ടും. നല്ല നമ്മളെ അലമാരി ആണെങ്കിലും അതുപോലെ എല്ലാം വാരി വലിച്ച് കൂട്ടി വെക്കാതെ അപ്പം നമ്മൾ ഒഴിവാക്കുക. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു ചാക്ക് എടുത്ത് വെച്ചിട്ട് അതിൽ വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഇട്ടിട്ട് വെക്കും. എന്നിട്ട് ഞാനത് പുറത്ത് കെട്ടിക്കൊണ്ട് വെക്കും. പിന്നെ അത് നമ്മൾ വേസ്റ്റ് കളയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മുടെ സാധനങ്ങൾ ആവശ്യമില്ലാത്തതെല്ലാം പെട്ടെന്ന് നമുക്ക് ഒഴിവായി കിട്ടുകയും ചെയ്യും. നമ്മൾ കൂട്ടി വെച്ച് നമ്മുടെ സ്ഥലവും പോവില്ല, നമുക്ക് സ്പേസും കിട്ടും. നമ്മുടെ തുണികളാണെങ്കിലെല്ലാം നമുക്ക് ഒഴിവാക്കേണ്ട നമുക്ക് അലമാരിയിൽ സ്ഥലം കിട്ടും. അങ്ങനെ നമുക്ക് വേണ്ടാത്ത കുപ്പികളൊക്കെ ആണെങ്കിലും ഒഴിവാക്കുമ്പോൾ ആ തട്ടിൽ നമുക്ക് വേണ്ടാത്ത കുപ്പികളൊക്കെ ഒഴിവായി കിട്ടും. അങ്ങനെ നമ്മൾ ക്ലീനിങ് സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് സെൽഫ് കെയർ. നമുക്ക് നമ്മുടെ എൻജോയ്മെൻറ്റിനും റിലാക്സേഷനൊക്കെ ആവശ്യമായിട്ടുള്ള സെൽഫ് കെയർ നമുക്ക് എടുക്കണം. അപ്പം പലർക്കും പല രീതിയിലായിരിക്കും എൻജോയ്മെൻറ്റ് കിട്ടുന്നത്. നമുക്ക് എന്താണോ റിലാക്സേഷന്, നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് ഓരോ ദിവസവും നമുക്ക് പല വീട്ടമ്മമാരൊക്കെ ആകുമ്പോൾ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ടാവും. വീട്ടുപണി ചെയ്യാണ്ടാവും, കുട്ടികളെ നോക്കേണ്ട കാര്യം, അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർക്കാണ് ജോലിയുടെ കാര്യം, വീട്ടിലെ കാര്യം, കുട്ടികളെ നോക്കേണ്ട കാര്യം, അങ്ങനെ നമുക്ക് എപ്പോഴും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ആയിരിക്കും. അപ്പം നമ്മൾ അതിൽ നിന്നൊക്കെ ഒരു കുറച്ച് സമയം നമ്മുടെ റിലാക്സേഷന് വേണ്ടി നമുക്ക് എന്താണോ നമുക്ക് റിലാക്സേഷൻ കിട്ടുന്നത്, നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും അല്ലേ? അപ്പം നമുക്ക് റിലാക്സേഷന് വേണ്ടി നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്നുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. ഫുൾ ബിസിയാണ്, ഷോർട്ട്സ് ആൻഡ് ലോങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താണോ നമുക്ക് സന്തോഷം കിട്ടുന്നത് അങ്ങനെ റിലാക്സേഷന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിനുള്ള എക്സസൈസ്, നമ്മളെ മൂഡൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള അങ്ങനെ എക്സസൈസുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ എക്സസൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണോ നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാൻ നമുക്ക് എന്ത് എക്സസൈസാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ല നമ്മുടെ മനസ്സിന് ഒരു നല്ലൊരു ഫീല് കിട്ടാനും നല്ലൊരു മൂഡ് കിട്ടാനും നമുക്ക് എന്ത് എക്സസൈസാണ് ചെയ്യാൻ ഇഷ്ടമുള്ളത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമ്മൾ
നമുക്കിഷ്ടമുള്ള നമ്മുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ്സിനെ അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കുക, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, അവരോട് കുറച്ച് സമയം സംസാരിക്കുക. ഫ്രണ്ട്സിനോടൊക്കെ നമ്മുടെ ഇപ്പോൾ വിഷമങ്ങളാണെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര മനസ്സിന് നല്ലൊരു ഫീലാണ് കിട്ടുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നമ്മൾ ഇഷ്ടമുള്ള ബുക്കുകൾ വായിക്കുക, പിന്നെ പാട്ടുകൾ കേൾക്കുക. അങ്ങനെ നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് സന്തോഷം കിട്ടുന്നത്, അല്ല നമ്മൾക്ക് സെൽഫ് കെയർ ചെയ്യുക, നമുക്ക് ബ്യൂട്ടി, നമ്മൾ ഇപ്പം എന്തൊക്കെ നമുക്ക് ബ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോന്നും നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുക. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. അപ്പം അതൊക്കെയാണ് നമ്മുടെ സെൽഫ് കെയറിൽ വരുന്നത്. അപ്പം ഇത്രയും ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസത്തെ സ്ട്രെസ് ഫ്രീ ആക്കാനും നമ്മുടെ വീട്ടമ്മമാർക്ക് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാനും ഒക്കെ പറ്റിയ കുറച്ച് ടിപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.